ലോകകപ്പിൽ നോർവേയോട് പരാജയപ്പെട്ട് ക്വാർട്ടർ കാണാതെ ബ്രസീൽ പുറത്ത്. പ്രീ ക്വാർട്ടറിൽ നോർവേയുടെ ജയം 1-2 ഗോളിന് ഇരട്ട ഗോളുമായി തിളങ്ങി എർലിംഗ് ഹാലൻഡ്. തോൽവിക്ക് പിന്നാലെ അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറഞ്ഞ് നെയ്മർ ജൂനിയർ. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും മനീഷ് ഐഷ മാത്യു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, അങ്ങനെ ക്വാർട്ടറിലെത്താതെ ബ്രസീൽ പുറത്താകുന്നു, നോർവേയോട് പരാജയപ്പെടുന്നു, ഒപ്പം നെയ്മറിന്റെ വിരമിക്കൽ പ്രഖ്യാപനവും വന്നിരിക്കുന്നു. ബ്രസീൽ ആരാധകർക്ക് ഇരട്ട നിരാശയാണോ രാവിലെ? ഗൗതം, തീർച്ചയായും തന്നെ ലോകകപ്പിൽ ഈ ഒരു പ്രീ ക്വാർട്ടർ മത്സരം എത്തുമ്പോൾ ബ്രസീൽ ആരാധകർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് നോർവേ തന്നെയാണ്. കാരണം ചരിത്രത്തിൽ ഇതുവരെ നോർവേയുടെ ഒരു മത്സരം വിജയിക്കാൻ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിരുന്നില്ല. ആ ചരിത്രം ആവർത്തിക്കുകയാണ് ഇന്ന് ന്യൂജേഴ്സിയിലും സംഭവിച്ചത്. മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് നോർവേയുടെ ജയം എന്ന് പറഞ്ഞത്. മത്സരത്തിലുടനീളം നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നെങ്കിലും അതൊന്നും ഗോളിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പരാജയത്തിന് പ്രധാന കാരണമായി വരുന്നത്. 12-ാം മിനിറ്റിൽ തന്നെ ബ്രസീലിന് ഒരു പെനാൽറ്റി ലഭിക്കുന്നു. പക്ഷേ ആ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി ബ്രൂണോയ്ക്ക് സാധിക്കുന്നില്ല. പതിവിന് വിപരീതമായി വിനീഷ്യസ് ജൂനിയറിന് പകരം ബ്രൂണോയാണ് ആ കിക്കെടുക്കാൻ വരുന്നത്. പക്ഷേ നൈലൻഡ് എന്ന് പറയുന്ന നോർവേയുടെ ഗോളി അത് സേവ് ചെയ്യുന്നു. പിന്നീട് മത്സരത്തിലുടനീളം ഇരു ടീമുകളും പരസ്പരം ഒരു ഗോളിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 79-ാം മിനിറ്റിൽ എർലിംഗ് ഹാലൻഡിൻ്റെ ഒരു മനോഹരമായ ഹെഡർ ബ്രസീലിൻ്റെ നെഞ്ചി തുളയ്ക്കുന്നത്. പിന്നീട് ഒരു സമനില ഗോൾ നേടാൻ വേണ്ടിയുള്ള ശ്രമം 68-ാമത്തെ മിനിറ്റിൽ നെയ്മർ ജൂനിയറിനെ അടക്കം കടത്തിലിറക്കി ആഞ്ചലോട്ടി ഒരു സമനില ഗോളിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ആദ്യം നോർവേയാണ് സ്കോർ ചെയ്യുന്നത്. പിന്നീട് സമനില ഗോളിന് വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ്ടും ഹാലൻഡ് ഒരു ഗോൾ കൂടി നേടുന്നു. അങ്ങനെ ഇരട്ട ഗോൾ നേടി ഒരു മത്സരം ഏകദേശം സീൽ ചെയ്യുന്നൊരു സാഹചര്യം. പിന്നെ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ നെയ്മർ ജൂനിയർ ഒരു പെനാൽറ്റി ലഭിക്കുന്നു. ആ പെനാൽറ്റി അദ്ദേഹം ഗോളാക്കിയെങ്കിലും അർഹിച്ച ഒരു പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്രസീലിന് കഴിയാതെ പോകുന്നു. അതായത് നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിൽ പോലും അത് ഗോളാക്കാൻ കഴിയാതെ പോയതാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിന് കാരണം. അതേസമയം മറുവശത്ത് കൃത്യമായി ലഭിച്ച അവസരത്തിൽ 2 ഗോളുകൾ നേടി ഹാലൻഡ് അവരുടെ ടീമിനെ ക്വാർട്ടറിലേക്ക് എത്തിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നോർവേ ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നത്. 25 വർഷത്തിന് ശേഷമാണ് അവർ ലോകകപ്പിൽ എത്തുന്നത്. മാത്രമല്ല ഏതെങ്കിലും ഫിഫയുടെ ഒരു മേജർ ടൂർണമെൻറ്റിൽ ആദ്യമായിട്ടാണ് നോർവേ ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നത്. അങ്ങനെ ചരിത്രം എഴുതി നോർവേ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നപ്പോൾ ബ്രസീലിന് കണ്ണീരാണ് മിച്ചമായത്. മാത്രമല്ല അവരുടെ സൂപ്പർ താരമായിട്ടുള്ള കാനഡകളുടെ സ്വന്തം സുൽത്താൻ അങ്ങനെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുക കൂടി ചെയ്തിരിക്കുന്നു. അദ്ദേഹം വിരമിക്കലുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ഇനിയും അത് കഴിയുന്നില്ല. ഞാൻ തുടങ്ങിയവർക്ക് തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഈ ഒരു അന്താരാഷ്ട്ര കരിയർ ഉണ്ടാവുകയില്ല എന്നാണ് എന്തായാലും നെയ്മർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ണീരോടുകൂടി തന്നെ കാനഡകൾ മടങ്ങുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവരുടെ സൂപ്പർ താരം നെയ്മർ ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീൽ ജേഴ്സിയിൽ ഉണ്ടാവില്ല എന്നതുകൂടിയാണ് ഗൗതം. മനുഷ്യ, തീർച്ചയായിട്ടും നെയ്മറിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ഒരുപക്ഷെ പ്രതീക്ഷിതമായിരുന്നെങ്കിലും അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയതാണ്. ഒപ്പം തന്നെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിൻ്റെ തനത് കളിശൈലിയിലുണ്ടായിരുന്ന ഒരുപക്ഷെ അവസാനിക്കുന്ന നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം കൂടിയാണ് വിരമിക്കുന്നത്. ജോഗോ ബോണിറ്റ സ്റ്റൈലിൽ കളിച്ചുകൊണ്ടിരുന്ന ബ്രസീലിയൻ മാതൃകയിൽ അവസാനമായി നമ്മൾ വാർത്തെടുത്ത താരം എന്നൊക്കെ പറയാവുന്ന നെയ്മർ വിരമിക്കുമ്പോൾ ഇനി ബ്രസീലിൻ്റെ അടുത്ത ഘട്ടം അല്ലെങ്കിൽ അടുത്ത വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകളിൽ നെയ്മറില്ലാത്ത ബ്രസീലിനെ എങ്ങനെയായിരിക്കും വിലയിരുത്തുക? ഈ നെയ്മറിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് എങ്ങനെയാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ നോക്കിക്കാണുന്നത്? ഗൗതം, തൻ്റെ 18ാമത്തെ വയസ്സിലാണ് നെയ്മർ ബ്രസീലിന് വേണ്ടി അരങ്ങേറുന്നത്. ആ അരങ്ങേറുന്ന സമയത്ത് ആ ഒരു സാമ്പാ താളം എങ്ങനെയാണോ തന്നിൽ ഉണ്ടായിരുന്നത് അതുപോലെ പ്രതിഫലിപ്പിച്ചൊരു താരം കൂടിയാണ് നെയ്മർ എന്ന് പറയുന്നത്. അതായത് ഡിഫൻഡർമാരെ കുഴച്ചുകൊണ്ട് തന്നെ വളരെ രീതിയിൽ ട്രിബിൾ ചെയ്ത് ബോളുമായി മുമ്പോട്ട് പോയി ഗോൾ നേടുന്ന ആ ഒരു ബ്രസീലിൻ്റെ തനത് ശൈലി അത് പിന്തുടർന്ന് വന്നിരുന്ന ഒരു താരം കൂടിയാണ് നെയ്മർ. പക്ഷേ പുതിയ യുഗത്തിൽ യൂറോപ്യൻ സ്റ്റൈൽ അടക്കം ഈ ബ്രസീലിൻ്റെ മത്സരത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആഞ്ചലോട്ടി അടക്കമുള്ള പരിശീലകർ വന്നതിന് ശേഷം അത്തരത്തിലുള്ള ഒരു വലിയ ഒരു ശൈലി മാറ്റം തന്നെ ബ്രസീലിൻ്റെ ഫുട്ബോളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ബ്രസീലിൻ്റെ ആ തനതായ ശൈലിയിൽ പിന്തുടരുന്നിരുന്ന ആ ഒരു അവസാന താരമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ നെയ്മറിനെ. അങ്ങനെയാണ് നെയ്മറിനെ കണക്കാക്കിയിരുന്നതും. പക്ഷേ ഈ ഒരു ലോകകപ്പിലേക്ക് വരികയാണെങ്കിൽ നെയ്മറിന് ഈ ലോകകപ്പ് കളിക്കാൻ കഴിയുമോ എന്ന കാര്യം ആദ്യം വലിയ സംശയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് അദ്ദേഹം പരിക്കിൽ നിന്ന് മോചിതനാകുന്നത്. നിരന്തരമായുള്ള പ്രയത്നത്തിലൂടെയാണ് പരിക്കിൽ നിന്ന് മോചിതനാകുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മാച്ച് ഫിറ്റ്നസ് അടക്കം നേടിയെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നെയ്മറിൻ്റെ സ്വപ്നം ഇന്ന് വരെ സ്വന്തമാക്കാൻ കഴിയാത്ത ആ ലോക കിരീടത്തിൽ മുത്തമിടുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി നെയ്മറിന് വേണ്ടി കിരീടം നേടുമെന്നടക്കമായിരുന്നു വിനീഷ്യസ് ജൂനിയർ അടക്കമുള്ള താരങ്ങൾ പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ അതിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനോടൊപ്പം തന്നെ ബ്രസീലിൻ്റെ ഒരു യുവനിര എടുക്കുകയാണെങ്കിൽ ബ്രസീൽ വളരെ ശക്തമായ ടീം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ കളത്തിൽ മാന്ത്രിക സൃഷ്ടിക്കുന്ന നെയ്മറിൻ്റെ ഒരു അഭാവം അത് അവരുടെ മത്സരത്തെ കാര്യമായി തന്നെ ബാധിക്കും. പലപ്പോഴും ഈ എതിർ ടീമുകളുടെ പ്രതിരോധ കോട്ട പൊളിക്കാനൊക്കെ ബ്രസീൽ വിഷമിക്കുന്നത് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടാണ്. ഒരുപക്ഷേ ആദ്യ പകുതിയിൽ തന്നെ ബ്രസീലിന് വേണ്ടി നെയ്മർ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷേ അദ്ദേഹത്തിന് ചില മാതൃകകൾ
കാണിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആരാധകർ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെയും അത്തരത്തിൽ ഒരു മാന്ത്രികത ഈ ഗ്രൗണ്ടിൽ നടത്താൻ ഇനി നെയ്മർ ഇല്ല എന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വലിയ പ്രതിരോധ കോട്ട കെട്ടി നിൽക്കുന്ന ടീമുകൾക്കിടയിലേക്ക് പന്തുമായി ഇരച്ചെത്തുന്ന നെയ്മറിനെ അത് ബ്രസീൽ ഇനിയും വളരെയധികം മിസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ബ്രസീലിൻ്റെ ഏറ്റവും കൂടുതൽ ഗോൾ വേട്ടക്കാരനായി തന്നെയാണ് നെയ്മർ ഇപ്പോൾ കളി അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരി, മനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ നിരാശയുടെ ദിവസമാണ്. തോൽവിക്ക് പിന്നാലെ ക്വാർട്ടറിലെത്താതെ പുറത്താവുകയും ഒപ്പം നെയ്മറിന്റെ വിരമിക്കൽ പ്രഖ്യാപനവും വന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.